നമ്മുടെ 121 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾ KSFE ചിട്ടിയിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. പ്രവാസികളുടെ സ്വകാര്യ നിക്ഷേപമെന്ന നിലക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സംഭാവന എന്ന നിലക്ക് കൂടിയാണ് പ്രവാസി ചിട്ടികളെ വിഭാവനം ചെയ്തിട്ടുള്ളത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും കൂടുതൽ വേരുകളുള്ള ധനകാര്യ സ്ഥാപനമായി KSFEക്ക് മാറാൻ സാധിക്കണം. ലോകത്തിനാകെ മാതൃകയാവുന്ന ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ KSFEക്ക് വലിയ പങ്ക് വഹിക്കാനാവും. ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനം ജനങ്ങളുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് ഒപ്പം നിൽക്കാൻ കഴിയണം. വിശ്വാസ്യതയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമായി KSFEക്ക് ഇനിയും മുന്നേറാൻ സാധിക്കണം. ഇവിടെ ലോകത്തിനു മുൻപാകെ KSFE വലിയൊരു സാമ്പത്തിക മാതൃകയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഒരു പ്രതിസന്ധിയിലും ഉലയാത്ത മാതൃക. സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകത്തിലെ പല സ്ഥാപനങ്ങളും അമേരിക്കയിലടക്കം തകർന്നടിയുന്നത് നാം കണ്ടതാണ്. നോട്ട് നിരോധന ഘട്ടത്തിൽ ഇന്ത്യയിലും ഒട്ടേറെ സാമ്പത്തിക സ്ഥാപനങ്ങളാണ് വലഞ്ഞത്. കോവിഡിൻ്റെ ഘട്ടത്തിൽ പല ധനകാര്യ സ്ഥാപനങ്ങളും ദുർബലപ്പെടുകയുണ്ടായി. എന്നാൽ ഒരു പ്രതികൂല സാഹചര്യത്തിനും തകർക്കാനാവാത്ത മാതൃകകളാണ് KSFE മുൻപോട്ട് വച്ചത്. ഇത് രാജ്യത്തിന് മുന്നിൽ തന്നെ വലിയൊരു മാതൃകയാണ്. നമ്മുടെ സഹകരണ ശാഖയും ഇതേപോലെ തന്നെ മറ്റൊരു മാതൃകയാണ്. നമ്മുടെ രാജ്യത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥാപനങ്ങൾ നയവൈകല്യങ്ങളാൽ തകരുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നത്. അവിടെയാണ് ഒരു ബദൽ എന്ന നിലക്ക് KSFE ഉയർന്നു നിൽക്കുന്നത്. KSFEയുടെ പ്രവർത്തനങ്ങൾ കേവലം പണമിടപാട് രംഗത്തെ കടമ മാത്രം നിർവഹിക്കുന്ന രീതിയിലല്ല, ആധുനിക വ്യവസായങ്ങളും ഉൽപ്പാദന സങ്കേതങ്ങളും വലിയ തോതിൽ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വൻപിച്ച മുതൽ മുടക്ക് ആവശ്യമാണ്. വലിയ നിക്ഷേപം ആവശ്യമുണ്ട്. നമ്മുടെ പ്രത്യേകത ബജറ്റിൻ്റെ ഉള്ളിൽ മാത്രം നിന്ന് കറങ്ങിയാൽ നമുക്ക് ആവശ്യമായത്ര പുരോഗതി നേടാനാവില്ല. അതിൻ്റെ ഭാഗമായാണ് കിഫ്ബിയെ
നാം പുനർജീവിപ്പിച്ചത്. ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് ഈ പുതിയ സമീപനങ്ങൾ നമുക്ക് സഹായകമായി മാറിയിട്ടുണ്ട്. ബജറ്റിന് പുറത്ത് 90,000 കോടി രൂപയുടെ വിഭവ സമാഹരണം, വിനിയോഗം സാധ്യമാക്കാനുള്ള പദ്ധതിയാണ് നമ്മുടെ കിഫ്ബിയിലൂടെ നടപ്പായത്. KSFEയും അതിനെല്ലാം പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനിയും അത് തുടരണം എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നല്ല വളർച്ചയ്ക്ക് KSFE ഇപ്പോൾ ബിസിനസ് 1,00,000 കോടി കവിഞ്ഞു എന്നത് ഏറ്റവും കൂടുതൽ അഭിമാനം പകരുന്ന കാര്യമാണ്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ 1,00,000 കോടി കവിഞ്ഞ ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി എന്ന നിലക്ക് KN ബാലഗോപാലും KSFEയുടെ തലവനെന്ന നിലക്ക് വരദരാജൻ്റെ നേതൃത്വത്തിലുള്ള ടീമും ഇനിയും നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.